ഓവറല്ലാത്ത റിയാക്ഷൻ വരട്ടെ. കറക്റ്റ് തിന്ന് നോക്കിയിട്ട് പറയാൻ എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ഇന്ന് ഒരു ബീഫ് വരളായിട്ട് റെസിപ്പി ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പിയാണ്. ഞാൻ എടുത്തിരിക്കുന്ന 1/2 കിലോ ബീഫ്, അതിലൊരു 4 സവോള, പിന്നെ കല്ലുപ്പ് ആവശ്യത്തിനിടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കൈ കൊണ്ട് ഞെരടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നേരെ അടുപ്പിൽ കയറ്റുക. സിമ്മിൽ 3 വിസിൽ എടുക്കും. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ജീരകം, പെരുംജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് നല്ലോണം വറുത്ത് തണുപ്പിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക. ബീഫ് നല്ലോണം വന്നിട്ടുണ്ട്. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, 1 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഫുള്ള് വെളുത്തുള്ളി ചതച്ച്, എന്നിട്ട് 2 തക്കാളി നല്ലോണം വേവിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, നമ്മൾ പൊടിച്ച് വെച്ച. എന്നിട്ട് അത് നല്ലോണം മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. കറി ഓൾമോസ്റ്റ് റെഡിയാവും. നല്ലോണം തിളപ്പിക്കുക. എന്നിട്ട് കറി സെറ്റായിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു ടിപ്പാണ്, കുറച്ച് എണ്ണയിൽ കറിവേപ്പിലയും മുളകും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നേരെ അയച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക, വേവിക്കുക. നല്ല മണമായിരിക്കും, ഒരു രക്ഷയില്ലാത്ത മണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പിയാണ്. എല്ലാത്തിൻ്റെ കൂടെയും പോകും. നെയ്ച്ചോറ്, പൊറോട്ട എല്ലാത്തിൻ്റെ അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.